ഹായ് എവരി വൺ, വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് എക്സോറ ക്യാപിറ്റൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീക്കിൽ ഗോൾഡിലെടുത്ത ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ ടോപ്പിക്കിലേക്ക് തന്നെ കയറാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആയിട്ട് ടോപ്പ് ഡൗൺ അനാലിസിസ്, അതായത് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് നമ്മളോട് പറയുന്ന കഥ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം വായിച്ചെടുക്കാൻ ശ്രമിക്കാം. നമുക്ക് മന്ത്ലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു പ്രീവിയസ് 3 മന്ത്സ് നമുക്ക് നോക്കാം. ഈ മന്ത് അവിടെ നിൽക്കട്ടെ. പ്രീവിയസ് 3 മന്ത്സ് നോക്കാം. ഇതായിരുന്നു അവസാനമായിട്ട് ഉണ്ടാക്കിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലായിരുന്നു. ശരിയല്ലേ? അപ്പോൾ അതിനുശേഷമുള്ള അടുത്ത മന്തിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് താഴെയായിട്ട് തന്നെ ക്യാൻഡിലിന് എന്ത് ചെയ്യാൻ പറ്റി? ക്ലോസ് ചെയ്യാൻ പറ്റി. അതിനർത്ഥം എന്താണ്? ബയേഴ്സിന് മുകളിൽ സെല്ലേഴ്സ് ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി, അല്ലെങ്കിൽ സെല്ലേഴ്സ് കയറി തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അടുത്ത മന്തിൽ എന്താണ് സംഭവിച്ചത്? വീണ്ടും ആ ക്യാൻഡിലിന് താഴെയായിട്ട് തന്നെ ക്യാൻഡിലിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതായത് സെല്ലേഴ്സിൻ്റെ പവർ തന്നെയാണ് അവിടെ കമ്പാരിറ്റീവ്ലി കൂടുതൽ എന്നുള്ളതാണ് ആ ക്യാൻഡിലും സൂചിപ്പിക്കുന്നത്. വീണ്ടും നെക്സ്റ്റ് ക്യാൻഡിലും എന്തിനാണ് സംഭവിച്ചത്? അവസാനമാക്കി ഉണ്ടാക്കിയ ക്ലോസിംഗ് പ്രൈസിന് താഴെയായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റി? ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അതായത് അവസാനത്തെ ഈ 3 മന്തും നമ്മളോട് പറയുന്ന കഥ എന്താണ്? വ്യക്തമായിട്ടുള്ള ബിയറിഷ് സെൻറ്റിമെൻറ്റ് മൂഡിലേക്കാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതല്ല എങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റ് കാണിക്കുന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് 3 മന്തിലും നമ്മളോട് പറയുന്ന കഥ. ഓക്കെ, അപ്പോൾ മന്ത്ലി ഓക്കെയാണ്. ഇനി അടുത്തത് മന്ത്ലി ഒരു ടോപ്പ് ഡൗൺ അനാലിസിസിൽ മന്ത്ലി ഇനി റിയാക്ഷൻ ചെയ്യാൻ സാധ്യതയുള്ളൊരു പോയിൻ്റ് ഏതായിരിക്കും? ഇതൊരു പോയിൻ്റാണ് അല്ലേ? ഈ മന്ത്ലി FVG എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റ് വ്യക്തമായിട്ട് ഇവിടെ നിന്ന് ചിലപ്പോൾ റിയാക്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതുവരെ ഞാൻ വ്യക്തമായിട്ട് ഒരു സെല്ല് ആണ് എന്നുള്ള രൂപത്തിലാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. നമുക്ക് ജസ്റ്റ് ഇനി വീക്കിലിയിലേക്ക് പോവാം. വീക്കിലിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അറിയാം, ഇവിടെ ഒരു വീക്കിലി ഇൻവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ വീക്കിലി ഇൻവേഴ്സ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ. ദെൻ അതിനുശേഷം എന്ത് സംഭവിച്ചു? ആ ഇൻവേഴ്സിലേക്ക് വന്നു, മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് താഴേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ഇതെല്ലാം ഒരു സെൻറ്റിമെൻ്റ്, ഒരു സെല്ലാണ് നമ്മളുടെ ബയാസ് എന്നതിനെ സൂചിപ്പിക്കുന്ന ഓരോരോ സൂചനകളും കാര്യങ്ങളുമാണ്. ഇനിയിപ്പോൾ അടുത്തൊരു സെല്ല് നമുക്ക് എവിടെ നിന്ന് കയറാം എന്നുള്ളതാണല്ലോ നെക്സ്റ്റ് പോയിന്റ്. ഞാൻ അടുത്തൊരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു FVGയിൽ നിന്നായിരുന്നു. ഈ വീക്കിലിൽ നിങ്ങൾക്കറിയാം, സൂം ചെയ്ത് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു വീക്കിലി FVG ഉണ്ട്. ഓൾസോ അവസാനമായിട്ട് വീക്കിലി ഇൻവേഴ്സ് FVGയെ മിറ്റിഗേറ്റ് ചെയ്ത ക്യാൻഡിലാണ്, ബുള്ളിഷ് ക്യാൻഡിലാണിത്. അപ്പോൾ ഇതിന് താഴെയായിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൈൻഡ് ഓഫ് മോഡൽ ടു ഓർഡർ ബ്ലോക്ക് കൂടെയാണ്. ഓക്കെ, ഓൾസോ നമുക്ക് 2 കീ ലെവൽ അവിടെ ഉണ്ട്. ഓൾസോ ഒരു FVG ഉണ്ട്, ഓൾസോ ഒരു മോഡൽ ടു ഓർഡർ ബ്ലോക്കും കൂടെ നമുക്ക് അവിടെ ഉണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. ദെൻ നമ്മൾ എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കിലി ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത്, അതല്ല എങ്കിൽ ഈ വീക്കിലി FVGയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് രണ്ടും മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ കണ്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വ്യൂ. ഓക്കെ, ക്ലിയർ. ദെൻ നേരെ ഞാൻ എന്തിലേക്ക് പോയി? ഡെയിലിയിലേക്ക് പോയി. ഡെയിലിയിലേക്ക് പോയപ്പോഴത്തേക്ക് അവസാനമായിട്ടുണ്ടാക്കിയ ഒരു ഡീലിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ? അവസാനമായിട്ടുണ്ടാക്കിയ ഒരു ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. കറൻ്റ്ലി പ്രൈസ് നിൽക്കുന്നതും എവിടെ തന്നെയാണ്? വ്യക്തമായിട്ടുള്ള ഒരു പ്രീമിയം ഏരിയയിൽ തന്നെയാണ് പ്രൈസ് ഹോൾഡ് ചെയ്യുന്നതും. ഓക്കെ, അതിനർത്ഥം നമ്മൾ എന്താണോ ഹയർ ടൈം ഫ്രെയിമിൽ, മന്ത്ലിയിൽ, വീക്കിലെല്ലാം നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത്, ആ പ്ലാനിനെ ആസ്പദമാക്കി തന്നെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രീമിയത്തിൽ നിന്ന് നോക്കാവുന്നതുമാണ്. ഇനി നമ്മളുടെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കീ ലെവലിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വ്യക്തമായിട്ട് എന്ത് സംഭവിച്ചു? വീക്കിലി FVGയിലേക്കും വീക്കിലി ഓർഡർ ബ്ലോക്കിലേക്കും ഈ ഒരു ക്യാൻഡിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. മിറ്റിഗേറ്റ് ചെയ്താൽ നമുക്ക് നമ്മളുടെ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് എന്ത് ചെയ്ത് തുടങ്ങാം? ഹണ്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഞാൻ ജസ്റ്റ് 4 അവറിലേക്ക് പോയി. 4 അവറിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് കാണാം വീക്കിലി ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തു. പക്ഷേ നമ്മളൊരു CRT ട്രേഡർ ആണെന്നറിയാം, എക്സോറ ക്യാപിറ്റലിൽ ഒരു CRT കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി ആണെന്നറിയാം. അപ്പോൾ നമുക്കിവിടെ വാലിഡ് ആയിട്ടുള്ള CRTകളോ SMTകളോ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ളൊരു എൻട്രി അവിടെ നിന്ന് എനിക്ക് എന്തുണ്ടായിട്ടുമില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓൾസോ നമുക്കിവിടെ 4 അവറിലൊന്ന് നരേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു റേഞ്ച്, ദെൻ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞാലുള്ള പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം, എക്സ്പാൻഷൻ. ആ എക്സ്പാൻഷനാണ് ഈ സംഭവിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓൾറെഡി നമുക്ക് മന്ത്ലിയെല്ലാം നമുക്ക് വ്യൂ ഉണ്ട്. മാർക്കറ്റ് ഇതുവരെ ഒരു സെല്ലിംഗ് ബയാസ് ആയിരിക്കണം, കാണിക്കണം എന്നുള്ളൊരു വ്യൂ എല്ലാം നമുക്കുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മളൊരു സെല്ലിംഗ് വ്യൂ എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു കീ ലെവൽ ഏതാണ്? എനിക്ക് അടുത്തൊരു സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള കീ ലെവൽ ഏതാണ്? ഇത് അല്ലേ? ഒരു മോഡൽ ടു ഓർഡർ ബ്ലോക്ക് അല്ലേ? അപ്പോൾ തിരിച്ച് പ്രൈസ് ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് വാലിഡ് ആയിട്ടുള്ള CRT കിട്ടിയാൽ ഓപ്പർച്യൂണിറ്റി നോക്കാം എന്നുള്ളതായിരുന്നു ഇൻ്റർവ്യൂ. നമുക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കാം.
നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം. കറക്റ്റായിട്ട് എന്ത് സംഭവിച്ചു? നമ്മളുടെ കീ ലെവലിൽ വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. ഓൾസോ ഈ ക്യാൻഡിലുമായിട്ട് എന്താണ് സംഭവിച്ചത്? വ്യക്തമായിട്ടുള്ള 4 അവർ CRTയും കൂടെ എന്ത് ചെയ്തു? ക്രിയേറ്റ് ആയി. ഓക്കെ, ക്ലിയർ അല്ലേ? അതിനുശേഷം ഓൾസോ 4 അവറിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണാം. റേഞ്ച്, മാനിപ്പുലേഷൻ, ഈ ഒരു ക്യാൻഡിൽ എക്സ്പാൻഷൻ, ദെൻ റിട്രേസ്മെൻറ്റ്, അടുത്തൊരു പോസിബിൾ ഔട്ട്കം എക്സ്പാൻഷൻ. ഓക്കെ അല്ലേ? നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുക ഒരു എക്സ്പാൻഷനിലും റിവേഴ്സലിലുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റേഞ്ച്, മാനിപ്പുലേഷൻ, എക്സ്പാൻഷൻ, റിട്രേസ്മെൻറ്റ്, ദെൻ അടുത്ത് വരാൻ പോകുന്ന എക്സ്പാൻഷൻ ഫേസ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി സീപ്പ് ചെയ്തു, ഈ ലിക്വിഡിറ്റി ഇവിടെ സീപ്പ് ചെയ്തു ഫോർവേഡ് CRT. ദെൻ ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് 50 മിനിറ്റിലേക്ക് പോയി. ഇതായിരുന്നു അവസാനമായിട്ടുണ്ടാക്കിയ ബുള്ളിഷ് ക്യാൻഡിൽ. ഇതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു? എൻട്രി കയറി. ഞാൻ ഇവിടെ നിന്നാണ് ഞാൻ എൻട്രി കയറിയത്. SL ഇവിടെ കീപ്പ് ചെയ്തു, ഈ ഒരു ഹൈക്ക് മുകളിൽ. ടാർഗറ്റ് 1:2. ഓക്കെ, ഈസിലി അതെന്ത് ചെയ്തു? അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തമായിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ടൈർ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് പ്രകാരം നമ്മളെല്ലാം നോക്കി വെച്ചു. ഓൾസോ അതിനുശേഷം നമുക്ക് വാലിഡ് ആയിട്ടുള്ള CRTകൾ നമ്മൾ നോക്കി. വാലിഡ് ആയിട്ടുള്ള CRTകൾ നോക്കിയതിന് ശേഷം വ്യക്തമായിട്ട് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽസും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം വളരെ കൃത്യമായി ലോവർ ടൈം ഫ്രെയിമിൽ വന്ന് നമ്മൾ എന്ത് ചെയ്തു? എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ എക്സിക്യൂഷൻസിൻ്റെ കൂടെ വ്യക്തമായിട്ട് നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റും കൂടെ നിങ്ങൾ പ്രോപ്പർ ആക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്